കേരള സാഹിത്യ അക്കാദമിക്കെതിരെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുത്തുകാരൻ രംഗത്തെത്തിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് വരുന്നത്. സാഹിത്യോത്സവത്തിന് പ്രസംഗിക്കാൻ വിളിച്ചു വരുത്തി യാത്രാബത്ത നൽകിയില്ലെന്ന ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. 2 മണിക്കൂർ സംസാരിച്ചതിന് 2400 രൂപയാണ് നൽകിയത്. സ്വന്തം ചെലവിലാണ് കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്തത്. സാംസ്കാരിക ആവശ്യങ്ങൾക്കായി മേലാൽ ബുദ്ധിമുട്ടിക്കരുതെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കുന്നു. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു. ജെയ്സൺ, എന്റെ വില എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചുള്ളിക്കാട് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ? അക്കാദമിയുടെ ഒരു പ്രതികരണം, വിശദീകരണം എന്താണ് ഇക്കാര്യത്തിൽ? തീർച്ചയായും വിനീത, ബാലേന്ദ്രൻ ചുള്ളിക്കാട് അതിരൂക്ഷമായ രീതിയിലുള്ള വിമർശനമാണ് സാഹിത്യ അക്കാദമിക്കെതിരെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എൻ്റെ വില എന്ന് പേരിട്ടാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കേരള ജനത എനിക്ക് നൽകുന്ന വില എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നാണ് അദ്ദേഹം തുടക്കത്തിൽ പറയുന്നത്. പിന്നീടാണ് അദ്ദേഹം 30-ാം തീയതി, കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് കുമാരനാശാൻ്റെ കവിതയുമായി ബന്ധപ്പെട്ട ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായി ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യ അക്കാദമിയിലെത്തുന്നത്. അദ്ദേഹം ഒരു വാഹനം വിളിച്ചാണ് വന്നത്. അതിന് 3500 രൂപയായി. പക്ഷേ 2400 രൂപ മാത്രമാണ് യാത്രാബത്തയായി നൽകിയുള്ളൂ എന്നതാണ് പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം. മറ്റൊന്ന്, താൻ യാതൊരു രീതിയിൽ മന്ത്രിമാരിൽ നിന്ന് കുനിയുന്ന അവാർഡ് വിശിഷ്ടാംഗത്വം സ്വീകരിക്കാൻ ഇന്നോളം ഞാൻ വന്നിട്ടില്ല, ഇനി ഒരിക്കലും വരികയില്ല എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. അവസാനം പറയുന്നത് മേലാൽ ഇത്തരത്തിലുള്ള സാംസ്കാരിക ആവശ്യങ്ങൾക്ക് എന്ന പേരിൽ തന്നെ വിളിക്കരുതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു നിസ്സാരമായ യാത്രാബത്തയുടെ വിഷയം മാത്രമായി ഇതിനെ ചുരുക്കേണ്ടതില്ല എന്നതാണ് പ്രധാനമായും അദ്ദേഹത്തോടടുത്ത വൃത്തങ്ങൾ പറയുന്നത്. കഴിഞ്ഞ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഇത്തരം ഒരു വിമർശനം നടത്തിയതെന്നാണ് അദ്ദേഹത്തോടടുത്ത ആളുകൾ പറയുന്നത്. കഴിഞ്ഞ നവകേരള സഭയ്ക്ക് തന്നെ യാത്രാബത്ത നൽകുന്ന സ്ഥിതിയുണ്ടായി. ഇത്തരത്തിൽ മറ്റു രീതിയിൽ അനാവശ്യമായ ചെലവുകൾ ചെയ്യുമ്പോൾ സാഹിത്യ അക്കാദമി തന്നെ വിളിച്ച് അതിന് മിനിമം യാത്രാബത്ത പോലും തരാൻ തയ്യാറായില്ല എന്നത് ഒരു രാഷ്ട്രീയ വിമർശനമായി കൂടി കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്കും ബോധ്യപ്പെടുന്നത്. നമ്മൾ സാഹിത്യ അക്കാദമിയുടെ പ്രതികരണം തേടാൻ വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ഇപ്പോൾ മറ്റൊരു പരിപാടിയിൽ, സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പ്രതികരണം നൽകും. ഏതായാലും ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെയാണ്, രാഷ്ട്രീയ വിമർശനമായി തന്നെയാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഇപ്പോൾ പറയുന്നത്. നിസ്സാരമായ ഒരു യാത്രാബത്തയുടെ പേരിൽ മാത്രം നടത്തുന്ന ഒരു വിമർശനമല്ല, മറിച്ച് ഇത്തരം സാംസ്കാരിക പ്രവർത്തകർക്ക്, സാംസ്കാരികമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, സാഹിത്യകാരന്മാർക്ക് സമൂഹം നൽകുന്ന വില എന്താണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വിമർശനാത്മകമായി അവതരിപ്പിക്കുക കൂടിയാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിലൂടെ ചെയ്തിരിക്കുന്നത്. വിനീത, അത് തന്നെയാണ് യാത്രാബത്ത എന്നതിനപ്പുറം അതിന് പിന്നിലെ രാഷ്ട്രീയം, സാഹിത്യകാരന്മാരോടുള്ള അവഗണന, അതൊക്കെ തന്നെയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് വിശദമായി പ്രതിപാദിക്കുന്നത്.